ഹായ് ഗൈസ്, നമ്മളിത് കിച്ചണിലോട്ട് പോന്നു. ഇന്ന് നമ്മൾ ഒരു ക്വിക്കായിട്ടുള്ള ഒരു കബാബ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ബോബ്സിലൊക്കെ പോയിട്ട് നിങ്ങൾ കബാബ് കഴിച്ചിട്ടുണ്ടാവും, റൈറ്റ്? ബോബ്സ് ബാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊക്കെ പോയി നിങ്ങൾ കബാബ് കഴിച്ചിട്ടുണ്ടാവും. അതേപോലത്തെ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മമ്മിയാണ് അതിൻ്റെ ചേരുവകളൊക്കെ പറയാൻ പോകുന്നത്. അമ്മ എന്തൊക്കെയാണ് ചേരുവകൾ? വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. സോ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റാണ് ഫസ്റ്റ് നമ്മൾ ഇടുന്നത്. അത് ഒരു ടേബിൾ സ്പൂൺ മതി. പിന്നെ കുറച്ച് തൈര്, കുറച്ച് തൈര് ചിക്കൻ്റെ സോഫ്റ്റ്നെസ് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വിനീഗർ, കുറച്ച് പുളിക്ക് വേണ്ടി. നമ്മൾ അധികം മസാല ഒന്നും ചേർക്കാറില്ല. സോ ഇത് വന്നിട്ട് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലെ കബാബാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. കുറച്ച് നമ്മുടെ നാച്ചുറൽ ചില്ലി പൗഡർ 2 ടീസ്പൂൺ. കാരണം നമുക്ക് മെയിൻ കബാബിലേക്കുള്ള മസാല നമ്മൾ അധികം ചില്ലി പൗഡറാണ്. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂണ്, അത് നമ്മൾക്ക് കളറിന് വേണ്ടിയിട്ട്. ഓക്കെ, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഈ കബാബ് വന്നിട്ട് ഭയങ്കര ക്വിക്കായിട്ട് ഉണ്ടാക്കാനാണ്. ഒരു 10 മിനിറ്റ്സിനുള്ള ക്വിക്നെസ് നമുക്ക് കബാബ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മളൊരു ഓൾമോസ്റ്റ് കുറച്ചൊന്ന് നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1/2 kg ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ന്, വിത്ത് ബോൺ. അതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഇതിലിട്ട് മിക്സ് ചെയ്യുക. കഴിച്ചിട്ട് നമ്മൾ ചിക്കൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും ഇൻഗ്രീഡിയൻസ് ഇല്ല. നെക്സ്റ്റ് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ എഗ്ഗിൻ്റെ എഗ് വൈറ്റ്. നമ്മൾ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഇതിൽ. കാരണം ഇത് വന്നിട്ട് പ്രോപ്പർ ഒരു ക്വിക്കായിട്ടുള്ള ഒരു കബാബാണ്. ഞാൻ പറഞ്ഞ മാതിരി ബോബ്സ് ബാറിൽ അവിടെയൊക്കെ കിട്ടുന്ന ഒരു കബാബാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ, ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും. നമ്മൾ ഗരം മസാല ഇതൊന്നും ചേർക്കില്ല. നമ്മുടെ ബേസ് വന്നിട്ട് വെറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, കുറച്ച് വിനീഗർ, എഗ്ഗിൻ്റെ വൈറ്റ്, പിന്നെ ചിക്കൻ, ചില്ലി പൗഡർ, കാശ്മീരി ആൻഡ് നോർമൽ ചില്ലി പൗഡർ, അതാണ് ബേസ്. അതിൽ കുറച്ച് നമ്മൾക്ക് കറിവേപ്പില ഇത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഇതാണ് ഗൈസ്, ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട്. ഇനി നമ്മൾ ഒരു 5 to 10 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 1/2 hour ഇത് പിടിക്കാൻ വയ്ക്കാം. എന്നിട്ട് നമ്മൾക്ക് നല്ല എണ്ണയിലിട്ട് നമ്മൾക്ക് വറുത്തെടുക്കാം. ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റ് എന്താ ഇട്ടെന്ന് പറഞ്ഞാൽ അതൊരു കവർ അപ്പ് കിട്ടും. നമ്മൾ കോൺഫ്ലവർ ഒന്നും ചേർക്കാത്ത കാരണം അത് എന്തായാലും കവർ ചെയ്യും. അപ്പോൾ മസാല അവിടെ ഒന്നും പോവില്ല. സോ അതിനാണ് എഗ്ഗ് ഇട്ടേക്കുന്നത്. സോ നമ്മളിന്ന് പിടിക്കാൻ വയ്ക്കാം, എന്നിട്ട് നമുക്ക് വേഗം വറുത്തെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ കബാബ് ഫ്രൈ ചെയ്യാൻ വന്നു. ഇറ്റ്സ് ലൈക്ക് കബാബ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഫ്രൈഡ് ചിക്കനാണ് നമ്മൾ ചെയ്യാൻ പോണത് എന്ന് ഞാൻ നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു. സോ അധികം ചേരുവകളൊന്നുമില്ല, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് എണ്ണ ഒന്ന് ചട്ടിയിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് വയ്ക്കുന്നത് നമ്മൾ കബാബ് ഓരോന്നോരോന്ന് ഇടാൻ പോവാണ്. സോ നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് കബാബ് ഇട്ട് തുടങ്ങാം. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് നമ്മൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഒരു 4-5 പീസ് ഒരുമിച്ചിടാം. കാരണം നമ്മൾ എണ്ണ അധികം വേണമെങ്കിൽ എടുക്കാം, പക്ഷെ എന്നാലും നിങ്ങൾക്ക് എങ്ങനെ കംഫർട്ടബിൾ അത് മതി വറുത്തെടുക്കാം. ഞാൻ പറഞ്ഞ മാതിരി ഇത് പക്ക ബോബ്സ് ബാറിൽ കിട്ടുന്ന ഒരു നല്ലൊരു ചിക്കൻ ഫ്രൈ ആയിരിക്കും. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക. ഒരു 3-4 പീസ് നമ്മളിത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഡബിൾ സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിക്കാം എങ്ങനെ വരുന്നു. നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇട്ട് കാരണം നല്ലൊരു കളറുണ്ട്. പിന്നെ മസാല ഒന്നും അധികം ചേർക്കാത്ത കാരണം ഇത് ഭയങ്കര ഒരു സിമ്പിൾ നല്ലൊരു ചിക്കൻ ഫ്രൈ ആയിരിക്കും, കബാബായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്യണം ഗൈസ്. ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് നിങ്ങൾ കാണിക്കാം ഗൈസ്. ഫസ്റ്റ് നമ്മളിത് വറുത്തു, നമ്മൾ തിരിച്ചിട്ടു. നന്നായിട്ട് നമുക്കിത് ഫ്ലേവർ വന്നിട്ടുണ്ട്. ഇത് ജ്യൂസി ഫ്ലേവറാണ് വന്നത്. നമ്മൾ തൈരൊക്കെ ചേർത്ത് കാരണം നല്ല ജ്യൂസി ആയിരിക്കും ചിക്കൻ ഫ്രൈ. ഇത് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ജസ്റ്റ് 10 മിനിറ്റ്സിൽ ഒരു ചിക്കൻ ഫ്രൈ എല്ലാവരും വീട്ടിൽ വരണമെങ്കിൽ 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പറ്റും. വേറെ ഒന്നുമില്ല, ഗരം മസാലയില്ല, ഒന്നുമില്ല.
ഞാൻ പറഞ്ഞ മാതിരി മുളക് പൊടിയാണ് മെയിൻ ഐറ്റം ഇതിൽ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് മെയിൻ മസാലയാണ്. അപ്പോൾ ഫുൾ ഫ്ലേവർ ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കാൻ നമുക്ക് നമ്മൾ ജൂം ചെയ്ത് കാണിക്കാൻ നമുക്ക് ഫുൾ ടെൻഡറാണ്. ടെൻഡർ ചിക്കൻ. ചിലർ കാണുമ്പോൾ തന്തൂരി പോലെ തോന്നും. നന്നായിട്ടൊന്ന് ഓയിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പക്ക ബോബ്സ് ബാറിൻ്റെ ചിക്കൻ ഫ്രൈ മാതിരി ഉണ്ടാവും. എന്നാ ഗൈസ് വെരി ജ്യൂസി. ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഫൈനൽ ഫിനിഷിങ് കാണിച്ചു കൊടുക്കാം. ഈ ഫൈനൽ ഫിനിഷിങ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ക്വിക്കായിട്ട് കറി ലീവ്സ് എടുത്ത് ഒന്നിടുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറിങ് കിട്ടുമ്പോൾ ഇന്നും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ കബാബിൻ്റെ സൂപ്പറായിട്ട് ക്രിസ്പായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫൈനലായിട്ട് ഇത് സൂം ചെയ്ത് കാണിക്കാം. ഫൈനലായിട്ട് നമ്മൾ കറിവേപ്പില ഇടാൻ പോവാണ്. നമ്മൾ നേരിട്ട് കറിവേപ്പില ഇട്ടു. ഇനി നല്ല ഒന്ന് ഇതായി കൊടുക്കുക, ഒന്ന് ഇതായി കൊടുക്കുക. അപ്പോൾ എത്ര ക്രിസ്പി ആയിട്ടാണ് വരുന്നത്. നമ്മൾ തീർച്ചയായും ട്രൈ ചെയ്ത്. നമ്മൾ കുറച്ചുകൂടി മസാല ഒന്നും പോയിട്ടില്ല. നിങ്ങൾ കാണാം, നമ്മൾ കബാബ് മസാല ഒന്നും ആ മസാല ഈ മസാല എടുത്തിട്ടില്ല. റിസർവ് ചെയ്ത പ്ലേറ്റിൽ ടെൻഡറായിട്ട് വന്നിട്ടുണ്ട്. ജ്യൂസി ടെൻഡറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കാണാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കാണിക്കുകയാണ്. നമ്മളധികം ഡെക്കറേഷനും അതൊന്നും ചെയ്യാറില്ല. ക്ലിയറായിട്ട് നല്ല ടെൻഡറായിട്ടാണ് നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഈ നമ്മുടെ കറി ലീവ്സ് എന്തായാലും വറുത്തത് നമ്മുടെ ഗാർണിഷിന് വേണ്ടിയിട്ട് ഇടാം. നിങ്ങൾ പ്ലീസ് ട്രൈ ചെയ്യൂ ഗൈസ്. ഇത് നന്നായിട്ടുണ്ട് നോക്കൂ ഗൈസ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, കാണാൻ ഭംഗിയുണ്ട്, നല്ല ടെൻഡർ ഉണ്ട്. മസാല കുറച്ചുകൂടിയും പോയിട്ടില്ല, അതാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. സോ നിങ്ങൾ പ്ലീസ് ട്രൈ ചെയ്യൂ ഗൈസ്. ഇത് നിങ്ങൾക്ക് നല്ലൊരു കബാബാണ്. നല്ല എത്ര ക്രിസ്പി ആയിട്ട് വന്നിട്ട് നോക്കൂ ഗൈസ്. സോ ഇത് നിങ്ങൾക്ക് വിങ്സ് കിട്ടും ബോബ്സിൽ. സോ അതേമാതിരിയാണ് നമ്മൾ ഇത് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചതാണ്. നിങ്ങൾ പ്ലീസ് ട്രൈ ചെയ്യൂ ഗൈസ്. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും പറയൂ. എന്നിട്ട് എൻ്റെ വീഡിയോസ് ആരും കണ്ടിട്ടില്ല കാണൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് പ്ലീസ് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയൂ ഗൈസ്. ഓക്കെ, താങ്ക്സ് ഗൈസ്. ഞാൻ ഇന്നൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ആഴ്ച എന്തായാലും വരുമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.